CBIയിൽ റിസൈൻ ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു സങ്കടമുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും ഇപ്പം രണ്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ രണ്ട് ചൂസ് ചെയ്തേ പോയത്. കാരണം CBIയിലൊക്കെ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ കിട്ടുന്ന അത്ര എക്സ്പോഷറാണ്. ആ ഒരു ചെറിയ വിഷമമുണ്ട്, പക്ഷേ റിഗ്രറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഇത് ഇറങ്ങുന്ന സമയത്ത് ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് ഇതിലോട്ട് ഇറങ്ങുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങുന്നത്. കാരണം ഓൾറെഡി കയ്യിലുള്ള അത്യാവശ്യം ഇപ്പോൾ എനിക്ക് ഓപ്പണായിട്ട് പറയുകയാണ്, ഇറങ്ങുന്ന സമയത്ത് ഏകദേശം 1 lakh ഒരു സാലറി ഉണ്ടായിരുന്നു. പുതിയ പേ കമ്മീഷൻ വരുമ്പോൾ അത് കൂടിയേ ചെയ്യും. അപ്പോൾ അത്രയും നല്ലൊരു ജോലി അവിടെ ഉണ്ട്. ഇങ്ങോട്ട് ഞാൻ വരുന്നത് എനിക്ക് ഇന്നേ വരെ ഒരു ഓഫ്ലൈൻ ക്ലാസ് എടുത്ത് പരിചയമില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തി പരിചയമില്ല, ആകെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ കുറച്ച് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കേരളത്തിൽ മൊത്തം ഒരു 200 to 300 ആളുകളാണ് CGL പരീക്ഷ മാത്രം ക്ലിയർ ചെയ്തത്. അതിലൊരു 56 ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ക്ലിയർ എന്ന് പറഞ്ഞപ്പോൾ അന്നൊരു സക്സസ് മീറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ട് തന്നെ ഞാൻ അന്ന് അത് ലാസ്റ്റ് ഞാൻ സ്പീച്ച് നടത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാളെ ജോലി കയറാന്ന് കാണുമ്പോൾ ഞാൻ ഒരാൾ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പകരം ഒരു 50 ആളുകളെ ഒറ്റ വർഷം കൊണ്ട് തന്നെ എനിക്ക് ആ ജോലിയിലോട്ട് കയറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് തിരിച്ചാലോചിക്കുമ്പോൾ അന്ന് ടെൻഷൻ ഉണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് 2 വർഷം കഴിഞ്ഞ് തിരിച്ചാലോചിക്കുമ്പോൾ എനിക്കൊരു ടെൻഷനില്ല. സഫ്താർ സാർ നമസ്കാരം. എനിക്ക് തോന്നുന്നു ഭയങ്കര വെയിറ്റിംഗ് ആണ് ആളുകൾ. നമ്മുടെ ഈ ഒരു ഷൂട്ടിന് മുന്നേ നമ്മളൊരു റീല് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ CBI വിട്ടിട്ടൊരു കേന്ദ്ര സർക്കാർ ജോലി വിട്ട ഒരാൾ പോയി എന്നുള്ള രീതിയിൽ. അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് എപ്പോഴാണ് ആ ഒരു വീഡിയോ ഔട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് വന്നിരിക്കുകയാണ്. ഒരുപാട് നാളായിട്ട് നമ്മളും കാത്തിരിക്കുകയാണ് സാറേ കിട്ടാൻ വേണ്ടിയിട്ട്. സോ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് അത് തന്നെയാണ്. നമ്മൾ CBIയിൽ നിന്ന് വിട്ടിട്ട് പുറത്ത് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറേ പ്രതിസന്ധികളും അല്ലെങ്കിൽ മുന്നോട്ട് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ സമയത്തുണ്ടായ കുറേ പ്രയാസങ്ങളുണ്ടാവും, അതിന് ഇപ്പം നേടിയെടുത്ത കുറേ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ജേണിയെ സാർ എങ്ങനെ നോക്കിക്കാണുന്നുള്ളതാണ്. അല്ല, ഞാനതിൽ റിസൈൻ ചെയ്യുന്ന സമയത്ത് നേരിട്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിലിപ്പോൾ പറഞ്ഞ പോലെ റിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു ഗവൺമെൻറ് ജോലി നേടി, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സെൻട്രൽ ഗവൺമെൻറ് നല്ല CBIയിൽ ഒരു ജോലി നേടി റിസൈൻ ചെയ്യുമ്പോൾ ഒരുപാട്, ഇപ്പോൾ ഞാനൊക്കെ ഇതിന് മുമ്പ് പലപ്പോഴും പല വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ താഴെ നെഗറ്റീവ് കമൻസുകളൊക്കെ, അപ്പോൾ നമ്മളതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കാറുള്ളൂ, പക്ഷേ എന്നാലും നെഗറ്റീവായിട്ടുള്ള പല കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നു. പക്ഷേ റിസൈൻ ചെയ്യാൻ എന്താ പറയുക, മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാനത് ഓൾറെഡി പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ SSC മലയാളി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇപ്പോൾ നമ്മൾ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ 2020 മുതലേ നമ്മളിത് ഓൺലൈനായിട്ട് യൂട്യൂബിലൊക്കെ ആയിട്ട് നമ്മളിതൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ സമയത്ത് ഞാനിത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൂടിയായിരുന്നു. ആ സമയത്ത് നമ്മൾ പ്രിപ്പറേഷനും യൂട്യൂബ് വഴി ക്ലാസ്സുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പിന്നെ 2021 ഞാൻ ഈ ജോലിയിലോട്ട് കയറുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റി ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ബിൽഡ് ചെയ്ത് ഒരു 1000, 5000, 10,000, 20,000 എന്നൊക്കെ പറഞ്ഞ് പതുക്കെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ജോലി കയറിയ ശേഷം പിന്നെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ജോലിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡൽഹിയിലായിരുന്നു, ഒരു വർഷം പഞ്ചാബിലായിരുന്നു, ഡൽഹിയിലായിരുന്നു. ആ സമയത്തൊന്നും നമുക്ക് ഈ ഒരു ചാനൽ നോക്കാനോ ഈ ചാനലിലൂടെ നമുക്ക് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ എന്നാലും നമ്മൾ പണ്ട് ചെയ്ത് വെച്ച ക്ലാസ്സുകൾ വെച്ചിട്ട് ഈ കുട്ടികൾ ക്ലാസ്സുകൾ കാണുന്നുണ്ട്. പല ആളുകളും നമുക്ക് ബസ്സിൽ മെസ്സേജ് അയക്കും, ഈ സാറേ ഈ പരീക്ഷ വെച്ച് നമ്മൾ കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം പരീക്ഷകളൊക്കെ ഈ ക്ലാസ് വെച്ചിട്ട് തന്നെ കുട്ടികൾ ക്ലിയർ ചെയ്തു, അതുകൊണ്ട് ഒരുപാട് ക്ലാസ് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കങ്ങനെ കുട്ടികൾ മെസ്സേജ് ഒരുപാടായി. പക്ഷേ നമുക്കിതിലൊന്നും വീണ്ടും ആ കുട്ടികൾ ക്ലാസ്സുകളൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. അന്നേ ഞാൻ ജോലി കയറുന്ന സമയത്ത് ഞാൻ വൈഫിനോടൊക്കെ പറയായിരുന്നു, ഞാൻ അധികകാലം ഇതിൽ പോകില്ല, എനിക്ക് ഇഷ്ടമാണ് ജോലി, ഗവൺമെൻറ് ജോലി കാര്യങ്ങൾ. പക്ഷെ എന്നാലും ഈ ഒരു SSC മലയാളം എന്ന കമ്മ്യൂണിറ്റിയുടെ സൈഡിൽ ഉള്ളത് കൊണ്ട് അധികകാലം ഞാൻ മുന്നോട്ട് പോകില്ല എന്നൊക്കെ തമാശക്ക്, അന്നൊരു തമാശക്കായിരുന്നു, സീരിയസ് ആയിട്ടൊന്നും ഞാനത് എടുത്തിട്ടൊന്നുമില്ല. തമാശക്ക് ഞാനിങ്ങനെ പറയുന്നത്, കാരണം ഒരു ഓപ്ഷൻ മുന്നിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ സമയത്ത് അപ്പോൾ വൈഫ് പറയുന്നു ഇങ്ങനെ, അങ്ങനെ പറ്റില്ല, നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ജോലി ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിസൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് എങ്ങനെയൊക്കെയാലും നമുക്ക് ജീവിതം മുന്നോട്ട് പോകണ്ടേ, വെറുതെ പാഷൻ എന്നിട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ നമുക്കൊരു സൈഡായിട്ടൊരു പ്ലാൻ ബി ഇല്ലാതെ നമ്മൾ ഇറങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ ആ സമയത്താണ് പിന്നെ 2022 എൻ്റെ വൈഫിന് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടും. അപ്പോൾ ആ സമയത്ത് പിന്നെ ഞാൻ സംസാരിച്ചു കാര്യം. പക്ഷേ അപ്പോൾ ആ സമയത്തായാലും ഞാനൊരു ഡൈലമയിലായിരുന്നു. കാരണം 2 ഓപ്ഷനാണ്, ഒന്ന് നല്ല നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് 2 വർഷത്തോളം എൻ്റെ കഷ്ടപ്പാടിൻ്റെ റിസൾട്ടാണ് ഈ ജോലി. എന്നാൽ 2020 ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു കമ്മ്യൂണിറ്റിയുടെ മുമ്പിലുണ്ട്. ഈ 2 സാധനത്തിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിമുട്ട്. പല ആളുകൾ ഇപ്പോൾ പറയുന്നത് ഞാൻ CBIയിൽ ഭയങ്കര വർക്ക് ലോഡ് ആയതുകൊണ്ടാണ്, CBI ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് റിസൈൻ ചെയ്തതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ പേഴ്സണലി ഞാനവിടെ ഒരു വർഷം ട്രെയിനിങ്, ഒരു 6 മാസത്തോളം വർക്ക് ചെയ്ത് എനിക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളും വന്നിട്ടില്ല. പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തതാണ്. ശരിക്കും അത് തെറ്റാണ്. ഞാൻ റിസൈൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഒന്നെങ്കിൽ SSC മലയാളി എന്ന് പറഞ്ഞ എൻ്റെ ബ്രാൻഡ് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെട്ട് നേടിയ ജോലി ചൂസ് ചെയ്യണം. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ചൂസ് ചെയ്തത് എൻ്റെ ഈ ഒരു SSC മലയാളി കമ്മ്യൂണിറ്റിയാണ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കൊരു വൈഫിന് ഒരു ഇൻകം കൂടെ സൈഡിലുള്ളത് കൊണ്ട് പിന്നെ എനിക്ക് ധൈര്യമായിട്ട് റിസൈൻ ചെയ്യാനൊക്കെ പറ്റി. അപ്പോൾ ഇപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കാര്യങ്ങൾ ഇപ്പോൾ അതിനിപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സാറ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓഫ്ലൈൻ നമ്മൾ കാലിക്കറ്റ് നമുക്ക് ബ്രാഞ്ച് ഉണ്ട്. പക്ഷേ ഓൺലൈനായിട്ട് നമ്മൾ നോക്കുമ്പോൾ പല കുട്ടികൾക്കും നമ്മൾ ഈ ദൂരെയുള്ള, അപ്പോൾ ഞാൻ പറഞ്ഞില്ല SSC മലയാളി കമ്മ്യൂണിറ്റി 2020 തുടങ്ങിയതുകൊണ്ട് ഈ പലർക്കും നമ്മളെ കൂടെ ജോയിൻ ചെയ്യണം ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ ഈ കാലിക്കറ്റ് ആയതുകൊണ്ട് ഈ സൗത്ത് സൈഡിലുള്ള ഈ തിരുവനന്തപുരം, കൊല്ലം പോലത്തെ ആൾക്ക് നമ്മൾ ഡയറക്റ്റ് ജോയിൻ ചെയ്യാനോ അവർക്ക്
അവരുടെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റിയാണ് ഇവിടെ ഒന്ന് ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യണം, പിന്നെ കുറേ വീട്ടിൽ നിന്ന് കുറേ മാറി നിൽക്കണം, അങ്ങനത്തെ ആൾക്ക് വേണ്ടി നമ്മൾ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണോ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ കൊടുക്കുന്നത് അതേ ക്ലാസ്സുകളൊക്കെ തന്നെയാണ് നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്നത്. അല്ലാതെ ഓഫ്ലൈനിൽ നമ്മൾ കുറച്ച് പേയ്മെൻറ്റ് നമുക്ക് എന്തായാലും എക്സ്പെൻസ് കൂടുതലായതുകൊണ്ട് പേയ്മെൻറ്റ് കൂടുതലായിരിക്കും. അതിൽ ഓൺലൈനിലേക്ക് എത്തുമ്പോൾ ക്ലാസ്സുകളുടെ എണ്ണം കുറയുന്നു, അങ്ങനെയൊന്നുമില്ല. രണ്ടും ഒരേ ക്ലാസ്സുകളാണ്. എങ്ങനെയാണോ ഓഫ്ലൈനിൽ ചെയ്യുന്നത് അതേ ഇൻറ്റഗ്രിറ്റിയോടെ അതേ ആത്മാർത്ഥത്തോടുകൂടി നമ്മൾ ഓൺലൈനിലും കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. രണ്ടും വളരെ മികച്ച ഏത് ഫാക്കൽറ്റീസാണ് ഓഫ്ലൈനിൽ എടുക്കുന്നത് അതേ ഫാക്കൽറ്റീസ് തന്നെ ഓൺലൈനിൽ എടുത്ത് അങ്ങനെയാണ് നല്ല രീതിയിൽ ക്ലാസ്സുകളും കാര്യങ്ങളും വളരെ കുറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു 3000+ ആളുകൾ നമ്മുടെ ഓൺലൈനിലും ഒരു 1500+ ആളുകൾ നമ്മുടെ ഓഫ്ലൈനിലായിട്ട് ഒരു 5000+ ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഇപ്പോൾ 2 വർഷം കൊണ്ട് തന്നെ പഠിച്ചിറങ്ങി. അതിൽ ഒരുപാട് പേർക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ജോലി കിട്ടി. ഇനിയിപ്പോൾ ഈ വർഷത്തെ റിസൾട്ട് അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം ഔട്ടാകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി ഒരു 100+ ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റി വഴി ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങിയതിന് ശേഷവും ജോലി കയറിയെന്നാണ്. അപ്പോൾ അതൊരു സന്തോഷം. അപ്പോൾ ഏകദേശം 5000 മേലെ ആളുകളുടെ കമ്മ്യൂണിറ്റി സാറും ബിൽഡ് ചെയ്തു, കുറേ ആൾക്ക് ജോലി കിട്ടി. അപ്പോൾ കേരളത്തിനകത്ത് ഇപ്പോൾ SSC മലയാളം ഓഫീസ് എനിക്ക് തോന്നുന്നു ഓഫ്ലൈനായിട്ട് ചെയ്യുന്നത് കോഴിക്കോടാണ്. അപ്പോൾ എന്തുകൊണ്ട് കോഴിക്കോട് ചൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന് എന്താ കോഴിക്കോട് ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള കാരണം മെയിൻ കേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് കോഴിക്കോടാണ്. അതൊരു റീസണാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൗത്ത് സൈഡിലോട്ട് പോകുമ്പോൾ ഓൾറെഡി നമുക്ക് കുട്ടികളുടെ അവയർനെസ് കൂടുതലാണ്. ഈ കേന്ദ്ര ഗവൺമെൻറ് ജോലി ആയാലും ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ അവയർനെസ് വളരെ കൂടുതൽ. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ഒരു എറണാകുളം നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ ഗവൺമെൻറ് ജോലിയെ പറ്റും. പക്ഷേ നമ്മൾ ഈ മലബാർ റീജിയനിലോട്ട് വരുമ്പോൾ പല ആളുകൾക്കും ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. പ്രത്യേകിച്ച് ഞാൻ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ് ഈ റീജിയനിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് ജോലി എങ്ങനെ നേടുന്നത് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ആഗ്രഹം എന്താണ്, എല്ലാവരും എന്താ വെച്ചാൽ ഡിഗ്രി കഴിയുന്നു നേരെ വിദേശത്തോട്ട് പോകുന്നു ജോലിക്ക്. അതിൻ്റെ അപ്പുറത്തോട്ട് ഇവിടെ ഒരു ഗവൺമെൻറ് ജോലി അങ്ങനെ നേടാം. ഇപ്പോൾ ജോലി നേടുകയാണെങ്കിൽ തന്നെ PSC അല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ അതൊന്നും ആർക്കും ഇപ്പോൾ PSC പിന്നെയും കുറേ പേർക്ക് നമുക്കറിയാം. പക്ഷേ നമ്മളിപ്പോൾ നേടുന്ന SSC പോലത്തെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ പല കുട്ടികൾക്കും ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. SSC വഴി കിട്ടുന്ന ജോലി എന്താണ്, ഏതൊക്കെ നല്ല ജോലികളാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ആ ഒരു റീസൺ കൂടി ഉണ്ട് നമുക്കിവിടെ കാലിക്കറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം ഒരു അവയർനെസ് ഈ ഒരു ഏരിയയിലും നമ്മളെ കൊണ്ട് ഓഫ്ലൈനായിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്തുള്ള കോളേജുകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവയർനെസ്സിന് പോകാറുണ്ട്. ആ കോളേജുകൾ നമ്മൾ പരമാവധി പറഞ്ഞു കൊടുക്കും. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഓഫ്ലൈൻ ജോയിൻ ചെയ്യുന്ന കുട്ടികളൊക്കെ ഈ മലബാർ റീജിയൻ, അപ്പോൾ അവർ ഇനി പോയിട്ട് കുട്ടികളിലേക്ക് അപ്പോൾ അങ്ങനെ ഒരു അവയർനെസ് ബിൽഡ് ചെയ്യാനും കൂടി ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നു കോഴിക്കോടാണ് ഒരു നല്ലൊരു ഏരിയ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ എന്നോട് തിരുവനന്തപുരം പോലത്തെ സ്ഥലത്തോട്ട് ചിലപ്പോൾ പോയേക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് കറൻലി കോഴിക്കോടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം കേരള സർക്കാരുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ജോലി സാധ്യതകളൊക്കെ കുട്ടികൾക്ക് കുറച്ചെങ്കിലും അവയർനെസ് ഉണ്ട്, അല്ലെങ്കിൽ കൂടുതലായിട്ട് ശ്രമിക്കുന്ന ആളുകൾ. ഇപ്പോൾ PSC ഒക്കെ ഒരുപാട് സമയവും കാലങ്ങളായിട്ട് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ജോലി നേടുന്ന ആളുകളുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ ജോലിയിലേക്കൊക്കെ എന്തുകൊണ്ട് ഈ ഒരു അവയർനെസ് അവർക്ക് കുറയുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായ ധാരണ ഇല്ല എന്നുള്ളത് സാറിന് എന്താണ് ആ ഒരു കാര്യത്തിൽ? മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ടില്ല 2 പരീക്ഷ, ഒന്ന് PSC പരീക്ഷ, പിന്നെ ഒന്ന് നമ്മൾ UPSC പരീക്ഷയാണ്. UPSC ആണ് സിവിൽ സർവീസ് പോലത്തെ IAS, IPS ഈ 2 പരീക്ഷ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരം UPSC സാധാരണക്കാരെ പോലത്തെ ആൾ കിട്ടും. UPSC എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈ ലെവൽ ആളുകൾക്കാണ് വേക്കൻസി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് നമുക്ക് UPSC ക്ലിയർ ചെയ്ത ആളുകൾ നമ്മൾ അധികം കാണാൻ പറ്റില്ല. പക്ഷേ PSC കിട്ടി ഒരുപാട്. അപ്പോൾ അവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ UPSC കഴിഞ്ഞാൽ പിന്നെ PSC മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു SSC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ PSC പരീക്ഷ എഴുതുന്ന പോലെ തന്നെ വെറും 2 ലെവൽ ഒരു പ്രിലിംസും ഒരു മെയിൻസും മാത്രം എഴുതിയിട്ട് കയറിയാൽ മതി. മാത്രമല്ല നമുക്കറിയാം UPSCയിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയുണ്ട്, ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പരീക്ഷയാണ്. അത് കഴിഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്, അത് ഇൻ്റർവ്യൂ ഉണ്ട്, ആദ്യം ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, പ്രിലിംസ് ഉണ്ട്. ഈ 3 സ്റ്റേജ് നമുക്കറിയാം വേൾഡിലെ ടഫസ്റ്റ് പരീക്ഷയാണ് UPSC. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് അവർ ആൾക്കാർ SSC അറിയുന്ന ആളുകൾ കമ്പയർ ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന ആൾക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഇൻ്റർവ്യൂ ഇല്ല. PSSC പരീക്ഷകൾക്ക് ഇൻ്റർവ്യൂ ഇല്ല. പണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയിൽ ഈ 2 സാധനങ്ങളും ഈ SSC പരീക്ഷകൾക്കില്ല. 2 ഒബ്ജക്റ്റീവ് പരീക്ഷ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും പല കുട്ടികൾ എന്നോട് പറയാറുണ്ട് ഈ കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ഇപ്പോഴും അവിടുത്തെ ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത് SSC പരീക്ഷകൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ ഉണ്ട്. ആ പണ്ട് അവർ പഠിച്ചു വന്ന ആ സാധനം തന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ 2022 മുതൽ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയില്ല. എനിക്കൊന്ന് 2012 മുതൽ ഇൻ്റർവ്യൂ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ 2 സാധനം ഒഴിവാക്കിയിട്ട് കൊല്ലങ്ങളായി. പക്ഷെ ഇപ്പോഴും പല ആളുകളുടെ തെറ്റിദ്ധാരണ ഇൻ്റർവ്യൂ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മടിച്ച് പിന്നിലോട്ട് പല ആളുകൾ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ PSCൻ്റെ ഡിഗ്രി ലെവൽ പരീക്ഷ ഇപ്പോൾ നടക്കുന്നത് ഒരു പ്രിലിംസ് ഒരു മെയിൻസ് അതേ പാറ്റേൺ ആണ് ഇപ്പോൾ SSC CGLൻ്റെയും ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് ഈ 2 പരീക്ഷ. അതിൽ ഡിഗ്രി പ്രിലിംസ് ക്വാളിഫയിങ് പേപ്പറാണ്, മെയിൻസിൻ്റെ മാർക്ക് മാത്രം വെച്ചിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റ്. ഇത് വെച്ചിട്ടാണ് ഈ ആളുകൾ റാങ്ക് ലിസ്റ്റ് ഉള്ളത്. പണ്ട് 4 ലെവൽ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചുരുക്കി ഒരു 2 ലെവൽ പരീക്ഷ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുന്നത് സിമ്പിൾ ഇൻ ദ സെൻസ് പഠിക്കാൻ വളരെ സിമ്പിൾ, കോമ്പറ്റീഷൻ ഇല്ല എന്നല്ല, കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷേ അത് എല്ലാ പരീക്ഷകൾക്കും ഉണ്ട്. PSC UPSC ഏത് പരീക്ഷയ്ക്കും ഉണ്ട്. ആ കോമ്പറ്റീഷൻ ഇവിടെയുണ്ട്. പക്ഷേ നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുപാട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏകദേശം 50+ ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കയറിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഏകദേശം ആ റിസൾട്ടൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അത്രയും ആൾ ക്വാളിഫൈ ആവുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല? അപ്പോൾ ആ ഒരു അവയർനെസ്സിൻ്റെ കുറവാണ് മെയിനായിട്ടുള്ള പ്രശ്നം, വേറെ ഒന്നുമല്ല. തെറ്റിദ്ധാരണയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണയാണ് മെയിനായിട്ട് വരുന്നത്. ഇപ്പം ഒരുപാട് കുട്ടികൾ ഇപ്പോൾ SSCക്കൊക്കെ വേണ്ടി ശ്രമിക്കുകയാണെങ്കിലും അവർക്ക് പറ്റാവുന്ന അല്ലെങ്കിൽ പറ്റിപ്പോകുന്ന ചില അബദ്ധങ്ങളുണ്ടാവും, ചില മിസ്റ്റേക്സ് ഉണ്ടാവും. ഒരുപക്ഷെ അത് എന്തൊക്കെയായിരിക്കും അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ? മെയിനായിട്ടൊരു അബദ്ധം എനിക്ക് തോന്നുന്നു അവർ കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ ഇവിടെ നിൽക്കോ പഠിച്ചു പോകുന്നുണ്ട്.
പക്ഷെ എന്താണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്, ഇതിലങ്ങനെ ഒരുപാട് പഠിക്കുന്നതിനേക്കാളും നല്ലത് പലപ്പോഴും എല്ലാ ഇതിൽ ഫാക്കൽറ്റീസൊക്കെ പറയുന്നതിന് അത് ഞാനും റിപ്പീറ്റഡ് പ്രാക്ടീസ് ആണ് വേണം. അല്ലാതെ നമ്മളിപ്പോൾ ഒരുപാട് ഇപ്പോൾ BSc നമുക്കറിയാം മെയിനായിട്ട് ഒരു ജനറൽ നോളജ് ഓറിയൻ്റ് ആയിട്ടുള്ള പരീക്ഷയാണ്. അവിടെ ഒരു 60-70% നമുക്ക് GK ആണ്, ഈ പറയുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി എന്നൊക്കെ. പക്ഷേ SSC പരീക്ഷയിലോട്ട് വരുമ്പോൾ GK ഉണ്ട്, പക്ഷേ അതൊരു 25% മാത്രമേ ഉള്ളൂ. ബാക്കി 75% മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ് പോലത്തെ. അപ്പോൾ പല കുട്ടികളുടെ വിചാരം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചെടുത്ത് പോയി കഴിഞ്ഞാൽ പരീക്ഷ എഴുതാൻ പറ്റും. അങ്ങനെയല്ല, ഇവിടെ നമുക്ക് പഠിച്ച കാര്യങ്ങളുടെ മുകളിൽ വെച്ചുള്ള പ്രാക്ടീസാണ് വേണ്ടത്. അത് പല ആളുകളും ചെയ്യാറില്ല. അവർ ഈ പഠിച്ച പുതിയ കാര്യങ്ങൾ തേടി ഇങ്ങനെ പോകുന്നു. ഒരു കാര്യം പഠിക്കുന്നു, ആ പഠിച്ചത് വൃത്തിക്ക് പഠിക്കുന്നുണ്ടോ നോക്കുന്നില്ല, അതിന് പകരം പുതിയൊരു കാര്യം പഠിക്കുന്നു. ഇപ്പോൾ മാത്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പുതിയ കൺസെപ്റ്റിൻ്റെ പിന്നാലെ പോവുകയാണ്. നമ്മൾ പഠിച്ച ഒരു ചാപ്റ്റർ വെച്ചിട്ട് ഒരു 10, 100, 1000 ക്വസ്റ്റ്യൻ ചെയ്ത് ആ ചാപ്റ്റർ ഒന്ന് സെറ്റാക്കുക എന്നുള്ള കാര്യം ആരും ചെയ്യുന്നത് വലിയൊരു മിസ്റ്റേക്കാണ്. പല കുട്ടികളും നമ്മുടെ സ്റ്റുഡൻസ് ആയാലും പോലും പലപ്പോഴും ചെയ്യുന്നത്. പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യാതിരിക്കും. നമ്മൾ പരീക്ഷ എഴുതുന്ന ഒരു പഠിച്ചാൽ മാത്രം പോരാ, പരീക്ഷ എഴുതാൻ കൂടി അറിയണമല്ലോ. ഈ പരീക്ഷ എഴുതാൻ നമ്മൾ ഫസ്റ്റ് പരീക്ഷ നമ്മൾ റിയൽ എക്സാമാണ് പോയി എഴുതുന്നെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് മുമ്പ് എന്ത് ചെയ്യണം, റിയൽ ആയിട്ടുള്ള ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ കുറേ ഒരു 100 കണക്കിന് മോക്ക് ടെസ്റ്റുകൾ ഇങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ റിയൽ എക്സാമിൻ്റെ മുമ്പിലോട്ട് പോകാം. പഠിച്ചാൽ മാത്രം പോരാ, ആ പരീക്ഷൻ്റെ സമയത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പരീക്ഷ മെൻ്റൽ പ്രഷറായാലും ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. നമുക്കത് ചെയ്യാത്തൊരു ഇതൊക്കെ മെയിനായിട്ടുള്ള ഫോൾട്ടാണ് കുട്ടികൾ ചെയ്യുന്നത്. ഒരുപാട് ഫോൾട്ടുകളുണ്ട്, അതിൽ മെയിനായിട്ടുള്ള ഫോൾട്ടുകളാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പക്ഷേ സാറിനെ കേൾക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ SSCയിലേക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ജോലി കിട്ടണം എന്ന ഒരു ആഗ്രഹം ഉണ്ടാവും ചില ആൾക്കാർക്കെങ്കിലും. അപ്പോൾ അവരെങ്ങനെയാണ് ഇപ്പോൾ സാറിലേക്ക് അല്ലെങ്കിൽ SSC മലയാളിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ചെറിയൊരു അവയർനെസ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പം ഓൺലൈനായിട്ട് സെഷൻ ഉണ്ട്, ഓഫ്ലൈൻ സെഷൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അവർക്ക് അഡ്മിഷൻ നേടാൻ പറ്റുക എന്നുള്ളതും നിങ്ങളിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതൊന്ന് ഒന്ന് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, sscmalal.com എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കയറിയാൽ അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ അതിൽ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. പിന്നെ നമുക്ക് നമ്മളെ കാലിക്കറ്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡയറക്റ്റ് നിങ്ങൾ അടിച്ച് നോക്കിയാൽ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കിട്ടാൻ കൂടെ എത്താൻ പറ്റും. പിന്നെ എന്തുണ്ടെങ്കിലും നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ എന്ത് കാര്യത്തിനെ പറ്റിയാലും, കോഴ്സിനെ പറ്റി മാത്രമല്ല, അപ്പോൾ നമ്മൾ കോഴ്സ് കുറേ സെല് ചെയ്യാന്നുള്ളത് മാത്രമല്ല, കോഴ്സുകളൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് ഒരുപാട് ഇഷ്ടംപോലെ അവൈലബിളാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും അവയർനെസ് വേണം, അല്ലെങ്കിൽ കുറച്ച് ഇതിനെപ്പറ്റി ഒരു ധാരണ വേണം, അല്ലെങ്കിൽ ചെറിയൊരു നിങ്ങൾക്ക് ഇത് എന്താണ് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നാൽ മതി. ഒരുപാട് ഇപ്പോൾ ഞാനില്ലെങ്കിൽ അവിടെ ഇഷ്ടംപോലെ ഇതിനെപ്പറ്റി ഫാക്കൽറ്റീസ് ആയാലും ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായാലും അവർക്കൊക്കെ ഇതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്. അപ്പോൾ ഒരു ബിഗിന്നർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും എനിക്ക് പറയാനുള്ളത് ഡയറക്റ്റ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വരിക. അവിടെ അടുത്ത് കാലിക്കറ്റ് വരാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഈ ഓൺലൈനായിട്ട് ഇങ്ങനെ യൂട്യൂബ് വഴി തപ്പുന്നതിന് പകരം നേരെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വരിക. എന്നിട്ട് എന്നെ കാണാൻ പറ്റുമെങ്കിൽ ഞാൻ അവിടെ എന്നെ കാണാം, അല്ലെങ്കിൽ ഈ ഫാക്കൽറ്റീസിനെ ആരെങ്കിലും മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിസപ്ഷനിലുള്ള ആരെ മീറ്റ് ചെയ്താലും അവർ കൃത്യമായിട്ട് ഇതിൻ്റെ ധാരണയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതിലിങ്ങനെ പറഞ്ഞാൽ കോഴ്സ് സെല് ചെയ്യാന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അവയർനെസ് എന്നുള്ള കോഴ്സ്. ഇപ്പോൾ നമ്മളെ യൂട്യൂബ് വഴി നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റി നോക്കിയാൽ തന്നെ നമ്മളെ ക്ലാസിൻ്റെ സ്റ്റാൻഡേർഡും കാര്യങ്ങളും കുട്ടികൾക്ക് വിലയിരുത്താവുന്നതേ ഉള്ളൂ. അത് അവർ വിലയിരുത്തിയിട്ട് നല്ല കോഴ്സ് നോക്കിയിട്ട് അവർ വാങ്ങിക്കട്ടെ. പക്ഷേ ഇതിൽ അവയർനെസ് കിട്ടുന്നതിന് ഏറ്റവും ബെറ്റർ എന്താണ്, അവർക്ക് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വരിക. ഫുൾ ടൈം അവർ ഏത് സമയം, മൺഡേ ടു സാറ്റർഡേ, സൺഡേ വർക്കിംഗ് അല്ല, മൺഡേ ടു സാറ്റർഡേ ഒരു വൈകുന്നേരം 5:30-6 മണിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ എപ്പോഴും അവിടെ ആരെങ്കിലും ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഒരു അവയർനെസ് ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, അതിന് പഠിക്കാൻ തുടങ്ങുന്നത്. ഇനി അതല്ലെങ്കിൽ നമ്മൾ കോഴ്സിന് ഓൾറെഡി ജോയിൻ ചെയ്ത കുട്ടികൾ, ഓഫ്ലൈനൊക്കെ ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിൽ അവർക്ക് നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ഡേ ഫുൾ ഇൻട്രൊഡക്ഷനാണ്. അവർക്ക് ആദ്യം തന്നെ പോയിട്ട് ടോപ്പിക് ക്ലാസ്സുകൾ കൊടുക്കുന്നതിന് പകരം ഫസ്റ്റ് ഡേ ഒരു ഹാഫ് ഡേ ഫുള്ള് ഞാൻ അവിടേക്ക് പോയിട്ട് കാര്യങ്ങൾ എന്താണ്, നമ്മൾ ഈ ഒരു 5-8 വർഷത്തിന് കിട്ടിയ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഞാനും ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു ബിഗിനറാണ്. അപ്പോൾ ഈ 5-8 വർഷം നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നു, പല എക്സ്പീരിയൻസ് നമുക്ക് നേരിട്ട പല കാര്യങ്ങളുണ്ട്. നമ്മളെ സ്റ്റുഡൻസ്, നമ്മൾ കൂടെ പഠിച്ച ആൾക്കാർ പല എന്ത് ചെയ്യണമെന്നൊക്കെ നമുക്ക് ഒരുപാട് അറിയാം. ആ കാര്യങ്ങൾ കുട്ടികൾക്ക് ഒരു 3 മണിക്കൂർ ഞാൻ രാവിലെ ഇന്ന് ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഓരോ ടോപ്പിക്കും എങ്ങനെ പഠിക്കണം എന്നുള്ള അതിൻ്റെതായ ഫാക്കൽറ്റീസ് വന്ന് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഏറ്റവും ബെറ്റർ എനിക്ക് പറയാനുള്ളത്. ഡയറക്റ്റ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വരിക. കാലിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് പിന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേറെ സ്ഥലത്ത് പോകേണ്ട ആവശ്യം വരില്ല. അതിലിപ്പം ഞാൻ അവസാനമായിട്ടൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോൾ സാറ് CBI വിട്ടിട്ട് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു മൊമെൻറ്റിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട് എന്ന് പറയാം, അത് ഒഴിവാക്കിയത് മോശമായി പോയി എന്നുള്ള റിഗ്രറ്റ്? എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഇത് ഇറങ്ങുന്ന സമയത്ത് ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് ഇതിലോട്ട് ഇറങ്ങുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങുന്നത്. കാരണം ഓൾറെഡി കയ്യിലുള്ള അത്യാവശ്യം ഇപ്പോൾ എനിക്ക് ഓപ്പണായിട്ട് പറയുകയാണ്, ഇറങ്ങുന്ന സമയത്ത് ഏകദേശം 1 ലാഖിൻ്റെ അടുത്ത് സാലറി ഉണ്ടായിരുന്നു. 1 ലാഖിൻ്റെ അടുത്ത് സാലറി. ഇപ്പോൾ അത് പുതിയ പേ കമ്മീഷൻ വരുമ്പോൾ അത് കൂടിയേ ചെയ്യും. അപ്പോൾ അത്രയും നല്ലൊരു ജോലി അവിടെ ഉണ്ട്. ഇങ്ങോട്ട് ഞാൻ വരുന്നത് എനിക്ക് ഇന്നേ വരെ ഒരു ഓഫ്ലൈൻ ക്ലാസ് എടുത്ത് പരിചയമില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തി പരിചയമില്ല, ആകെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ കുറച്ച് ക്ലാസ്സുകൾ എടുത്തു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. എന്താ പറയുക, റിഗ്രറ്റ്, അത് എന്താകും ഇതിൻ്റെ അവസ്ഥ, ഒരു ചെറിയ ടെൻഷൻ. പക്ഷേ ഞാനങ്ങനെ ഓവറായിട്ട് ടെൻഷൻ തലയിലെടുക്കുന്ന ഒരാളല്ല. പക്ഷെ എന്നാലും ചെറിയ ടെൻഷൻ, എന്തൊക്കെ പറയാൻ മനുഷ്യന്മാരല്ലേ, റോബോട്ടല്ലല്ലോ, ഉള്ള ചെറിയ ടെൻഷൻ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ 2025 റിസൾട്ട് വന്ന സമയത്ത് പല കുട്ടികളും, ഞാൻ പറഞ്ഞ ഏകദേശം 56ഓളം കുട്ടികൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഓഫ്ലൈൻ പഠിച്ചവരല്ല, ഓഫ്ലൈൻ പഠിച്ചവരുണ്ട്, ഓൺലൈൻ പഠിച്ചവരുണ്ട്, യൂട്യൂബ് ചാനൽ വഴി പഠിച്ചവരുണ്ട്. അങ്ങനെ 56ഓളം കുട്ടികളാണ് കഴിഞ്ഞ വർഷം. ആകെ എനിക്ക് തോന്നുന്നു ഒരു ഈ കേരളത്തിൽ മൊത്തം ഒരു 200 to 300 ആളുകളാണ് CGL പരീക്ഷ മാത്രം ക്ലിയർ ചെയ്തത്. അതിലൊരു 56ഓളം ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ക്ലിയർ എന്ന് പറഞ്ഞപ്പോൾ അന്നൊരു സക്സസ് മീറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ അന്ന് ആ മീറ്റ് അത് ലാസ്റ്റ് ഞാൻ സ്പീച്ച് നടത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ഇപ്പം തിരിഞ്ഞ് നോക്കുമ്പോൾ റിഗ്രറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. ഈ കുട്ടികളൊക്കെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ നാളെ ജോലി കയറാന്ന് കാണുമ്പോൾ ഞാൻ ഒരാൾ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പകരം ഒരു 50 ആളുകളെ ഒറ്റ വർഷം കൊണ്ട് തന്നെ എനിക്ക് ആ ജോലിയിലോട്ട് കയറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് തിരിച്ചാലോചിക്കുമ്പോൾ അന്ന് ടെൻഷൻ ഉണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് 2 വർഷം കഴിഞ്ഞ് തിരിച്ചാലോചിക്കുമ്പോൾ എനിക്കൊരു ടെൻഷനില്ല. മാത്രമല്ല ഇനിയിപ്പോൾ അടുത്ത റിസൾട്ട് വരാനിരിക്കണം 2020. ഞാൻ CGL മാത്രം പറയുന്നുണ്ട്. SSCൻ്റെ ഒരുപാട് പരീക്ഷകൾ വേറെ ഉണ്ട്, RRBൻ്റെ പരീക്ഷകളുണ്ട്. ഇതൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച് പല വേറെ എക്സാമുകൾ ക്ലിയർ ചെയ്ത ആളുകളുണ്ട്. ഞാൻ SSC CGL മാത്രം എടുത്താൽ പറയുന്നത്. അടുത്ത വർഷത്തെ ഈ വർഷം CGL പരീക്ഷകളെല്ലാം കഴിഞ്ഞു, റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് മാർക്ക് അറിയാം നേരത്തെ. ആ മാർക്ക് വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ കഴിഞ്ഞ വർഷത്തിൻ്റെ അതേ എണ്ണം അല്ലെങ്കിൽ അതിൽ കൂടുതൽ എണ്ണം ആളുകൾ ഇപ്രാവശ്യവും റാങ്ക് ലിസ്റ്റ് കയറാനുണ്ട്. പിന്നെ എനിക്ക് റിഗ്രറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ഒരു റിഗ്രറ്റിൻ്റെ ആവശ്യവും ഒരു ടെൻഷനും എനിക്ക് ഇപ്പോൾ ഇല്ല. അപ്പോൾ ഞാൻ അതിൽ കൂളാണ്. കുട്ടികൾക്ക് എന്ത് മാക്സിമം കൊടുക്കാൻ പറ്റും അതിലാണ് ഇപ്പോൾ എൻ്റെ ചിന്ത. എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്കിതിൽ മാക്സിമം ഈ ഒരു SSC ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഫീൽഡിലോട്ട് കുട്ടികളെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, മാക്സിമം എങ്ങനെ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ആവുന്ന കാര്യം, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷനായിട്ട് നമ്മൾ അടി കൂടുക അങ്ങനത്തെ ഒന്നും ചെയ്യാതെ നമ്മളെ കുട്ടികൾക്ക് എന്ത് മാക്സിമം കൊടുക്കാൻ പറ്റും അതിനുള്ളൊരു ചിന്തയിലാണ് ഞാൻ. അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ചിന്തയോ കാര്യങ്ങളോ ഇനി ഇതെന്തായി പോകും എന്തോ ആ ടെൻഷനൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. എനിക്ക് നല്ലൊരു ടീം തന്നെ കൂടെ ഉണ്ട്. തുടക്കത്തിൽ ഞാൻ ഒറ്റക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തിരിഞ്ഞു പോകുമ്പോൾ നല്ലൊരു ടീം, ഒരു 10-25ഓളം നല്ല ടീമുകളുണ്ട്. എൻ്റെ നല്ല സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് ആക്ടിവിറ്റി പറഞ്ഞാൽ ഇപ്പോൾ മുൻ വർഷങ്ങളിൽ ക്ലിയർ ചെയ്ത ആളുകൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ എന്തെങ്കിലും പരിപാടി പങ്കെടുക്കുമെന്ന് വെച്ചാൽ അവരൊക്കെ റെഡിയാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു സ്റ്റുഡൻറ്റ് ആക്റ്റീവായിട്ടുള്ള സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി നമ്മുടെ കൂടെയുള്ള സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ റിഗ്രറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ആ ടെൻഷൻ അന്ന് ഉണ്ടായിരുന്നത് ഇപ്പോൾ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. പക്ഷേ CBI റിസൈൻ ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു സങ്കടമുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ 2 ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ 2 ചൂസ് ചെയ്തേ പോയത്. കാരണം CBI വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ കിട്ടുന്ന അത്ര എക്സ്പോഷറാണ്. ആ ഒരു ചെറിയ വിഷമമുണ്ട്. പക്ഷേ റിഗ്രറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല. ഓക്കെ, എന്തായാലും ഇപ്പം ഒരു 5000 മുകളിലുള്ള ഒരാളുകൾ ഒരു സക്സസ് സ്റ്റോറി ഇപ്പോൾ സാറിന് പറയാനുണ്ട്. ഭാവിയിൽ എനിക്ക് തോന്നുന്നു ഒരു ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു വിജയത്തിൻ്റെ ഭാഗമായിട്ട് സാറിന് മാറാൻ വേണ്ടി സാധിക്കട്ടെ. വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. എന്തായാലും ഈ ഒരു വിലപ്പെട്ട സമയം, കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിലും ഒരുപാട് കാര്യങ്ങൾ ഇപ്പം കുട്ടികൾക്കൊക്കെ അവർ അവെയർ ആവേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നൽകാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. സോ താങ്ക് യു.